ഭാഗ്യവാനായ ഭരതനുമതുനേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥപാദാരവിന്ദങ്ങൾ നൂതനമായതിശോഭനം പാവനം അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം. മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണു തന്മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം. ശ്രീരാമപാദ പത്മാഞ്ജിതം ഭൂതലമാരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ. മുഹുരിപ്പാദപാംസുക്കളെ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും. പിതാവായ ദശരഥൻ്റെ സംസ്കാരകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഭരതനും ശത്രുഘ്നനും കൗസല്യാദേവിയും സുമിത്രയും വാസിഷ്ഠനും മന്ത്രിയായ സുമന്ത്രരുമെല്ലാം ചേർന്ന് രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും തിരിച്ചു വിളിച്ചു കൊണ്ടുവരുവാൻ വനത്തിലേക്ക് പുറപ്പെടുന്നു. ഗുഹനെ കണ്ടുമുട്ടുന്നു. ഗുഹൻ രാമാദികൾ വസിക്കുന്ന ചിത്രകൂടത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ആശ്രമത്തിനോടടുക്കാറായപ്പോൾ മണ്ണിൽ സീതാരാമന്മാരുടെ കാൽപ്പാടുകൾ ഭരതൻ കാണുന്നു. അത് ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തിയുടേതും ആണ് എന്ന് തിരിച്ചറിയുന്നു. ഭരതൻ വികാരവിവശനായി ആ പാദരേണുക്കളിൽ കിടന്നു ഉരുളുന്നു, വിലപിക്കുന്നു. ആ പാദരേണുക്കൾ സ്വന്തം നെറുകയിൽ വാരി അണിയുന്നു. നിസ്തുലമായ സഹോദര സ്നേഹം വിളിച്ചോതുന്ന വരികളാണ് ഇവ. ജയ് ശ്രീറാം.